നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കില്ലെന്ന് ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ സംസ്ഥാനത്ത് പോലും തൊഴിൽ കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ സംസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സാമൂഹിക വികസനത്തിൽ കേരളം മുൻപന്തിയിലാണ്. വിവിധ സർക്കാർ റിപ്പോർട്ടുകൾ പ്രകാരം മാനവ വികസന സൂചിക, സാക്ഷരത, ആയുർദൈർഘ്യം, ലിംഗാനുപാതം, ജീവിത നിലവാരം, ആളോഹരി വരുമാനം തുടങ്ങിയ മാനദണ്ഡങ്ങളിൽ സംസ്ഥാനം മികവ് പുലർത്തുന്നു. ഇത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഒറ്റ നോട്ടത്തിൽ കേരളം എല്ലാം തികഞ്ഞതാണെന്ന് ആരും അനുമാനിച്ചേക്കാം. മറ്റ് സംസ്ഥാനങ്ങൾ ദാരിദ്ര്യം, ക്രമസമാധാന പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ എന്നിവ നേരിടുമ്പോൾ കേരളം അത്തരം അടിസ്ഥാന ആശങ്കകളിൽ നിന്ന് മുക്തമാണെന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം വളരെ സങ്കീർണമാണ്. കടലാസിൽ അംഗീകാരങ്ങൾ ലഭിച്ചിട്ടും കേരളം ചില സുപ്രധാന വെല്ലുവിളികൾ നേരിടുകയാണ്. കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയാൽ തൊഴിലില്ലായ്മ, കുടിയേറ്റം, നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ പ്രശ്നങ്ങളുമായി കേരളം മല്ലിടുകയാണെന്ന് വ്യക്തമാകും. ഇന്ത്യയുടെ GDPയിൽ സംഭാവന കുറയുന്ന ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമെന്ന പദവി കണക്കിലെടുക്കുമ്പോൾ ഈ കണ്ടെത്തലുകൾ പ്രത്യേകിച്ചും ആശ്ചര്യകരമായിരിക്കും. 25 വർഷം മുമ്പ് ഇന്ത്യയുടെ GDPയിൽ കേരളം 4.1% സംഭാവന ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ അത് 3.8% കുറഞ്ഞു. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങൾ യഥാക്രമം 8.2%, 8.9% സംഭാവന ചെയ്യുന്നു. അടുത്തിടെ 2016-നും 2023-നും ഇടയിൽ 1.1 ലക്ഷം കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടവും കേരളം നേരിട്ടു. മറ്റ് മേഖലകളിലെ നേട്ടങ്ങൾക്കിടയിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പോരാട്ടങ്ങൾ എടുത്തു കാണിക്കുന്നു. പലരെയും പോലെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, മാനവ വികസന സൂചിക എന്നിവയാണ് വളർച്ചയുടെ അടിത്തറ എന്ന വിശ്വാസം നിഷേധിക്കാനാവാത്തതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തെ പിന്നോട്ടടിപ്പിക്കുന്നത്? ഈ സാഹചര്യത്തിന് ആരാണ് ഉത്തരവാദികൾ? സർക്കാർ, ജനസംഖ്യ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങൾ? ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ കേരളത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ? മലയാളികളെക്കുറിച്ച് അറിയപ്പെടുന്ന ഒരു തമാശയുണ്ട്. നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ഒരു മലയാളി അവിടെ ഉണ്ടായിരിക്കാമെന്ന്. ഈ തമാശ ഇന്നത്തെ കേരളത്തിന്റെ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ വലിയ തോതിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു. നിലവിൽ ഏകദേശം 22 ലക്ഷം മലയാളികളാണ് വിദേശത്ത് സ്ഥിരമാക്കാൻ കേരളം വിട്ടത്. 195 രാജ്യങ്ങളിൽ 182 എണ്ണത്തിലും അവരുടെ സാന്നിധ്യമുണ്ട്. മുൻകാലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളായിരുന്നു കേരളീയരുടെ പ്രാഥമിക ലക്ഷ്യസ്ഥാനം. അതിന്റെ കാരണം പ്രധാനമായും ഈ മേഖലയുമായുള്ള ചരിത്രപരമായ വ്യാപാര ബന്ധങ്ങളായിരുന്നു. കേരളം വളരെ കാലമായി ഗൾഫ് രാജ്യങ്ങളുമായി സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ചരക്കുകളുടെയും വ്യാപാരത്തിൽ ഏർപ്പെടുകയും ശക്തമായ ബന്ധം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഗൾഫ് എണ്ണ കുതിച്ചുയർന്നപ്പോൾ പല കേരളീയർക്കും പുതിയതായി കണ്ടെത്തിയ സമ്പത്തിൽ നിന്ന് പ്രയോജനം നേടാനുള്ള അവസരം ലഭിച്ചു. ഈ മേഖലയിലെ സമൂഹത്തിന്റെ സ്ഥിരമായ സാന്നിധ്യം കുടിയേറ്റം എളുപ്പമാക്കി. കൂടാതെ കേരളത്തിലെ ഉയർന്ന സാക്ഷരതാ നിരക്കും വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയും സംസ്ഥാനത്തിന്റെ തൊഴിൽ ശക്തിയെ ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ആകർഷകമാക്കി. ഇത് കുടിയേറ്റത്തെ കൂടുതൽ പ്രേരിപ്പിച്ചു. ഈ പ്രവണത ഇന്നും തുടരുന്നു. കേരളീയർ പ്രാഥമികമായി ജോലിക്കായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും പണം നാട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഈ റെമിറ്റൻസുകൾ ഇന്ത്യയുടെ മൊത്തം റെമിറ്റൻസുകളുടെ 19% സംഭാവന ചെയ്യുന്നു. എന്നാൽ ഇതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്കുള്ള ജനപ്രീതി നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ നിന്നുള്ള വിദ്യാസമ്പന്നരായ യുവാക്കൾ കുടിയേറ്റത്തിനായി പാശ്ചാത്യ രാജ്യങ്ങളെ കൂടുതലായി തിരഞ്ഞെടുക്കുന്നു. 2018 ഒരു സർവേ കാണിക്കുന്നത് 89% ചെറുപ്പക്കാരായ കേരളീയർ ഗൾഫ് രാജ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു. എന്നാൽ ഇപ്പോൾ 80% മാത്രമേ ഗൾഫിന് മുൻഗണന നൽകുന്നുള്ളൂ. ബാക്കിയുള്ളവർ യൂറോപ്പിലേക്കും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും അവസരങ്ങൾ തേടി പോകുന്നു. ഈ മാറ്റം ആഴത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. കേരളത്തിലെ തൊഴിലില്ലായ്മയാണ് ഇതിന് പ്രധാന കാരണം. ചെറുപ്പക്കാരായ കേരളീയർ സ്വന്തം നാട്ടിൽ അവസരങ്ങൾ കണ്ടെത്താൻ പാടുപെടുമ്പോൾ പലരും മെച്ചപ്പെട്ട സാധ്യതകൾക്കായി വിദേശത്തേക്ക് നോക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ കാനഡയിൽ താമസിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ബേസിലിനെ എടുക്കുക. ഉയർന്ന വേതനം, മെച്ചപ്പെട്ട തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ, വ്യക്തിഗത സ്വാതന്ത്ര്യം, മെച്ചപ്പെട്ട ജീവിത നിലവാരം എന്നിവയ്ക്കായി അയാൾ അവിടേക്ക് താമസം മാറി. സംസ്ഥാനത്തിനുള്ളിൽ സംതൃപ്തമായ ജീവിതം നേടുന്നതിൽ കേരളത്തിലെ യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികളാണ് ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് ഗൾഫ് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമല്ല, പാലസ്തീൻ, ഉക്രൈൻ, സിറിയ തുടങ്ങിയ സംഘർഷ മേഖലകളിലും സൊമാലിയ പോലുള്ള അസ്ഥിരമായ രാജ്യങ്ങളിലും തുർക്ക്മെനിസ്ഥാൻ പോലുള്ള സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളിലും സൈനിക ഭരണമുള്ള മ്യാൻമറിലും റഷ്യ, വത്തിക്കാൻ സിറ്റി, ഇറാൻ, ദക്ഷിണ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിലും പോലും മലയാളികൾ വസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും അസ്ഥിരവുമായ സാഹചര്യങ്ങളിൽ ജോലി തേടി കേരളീയർ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നു. ഈ സാഹചര്യത്തിന് കാരണമാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നം വിദ്യാഭ്യാസമാണ്. കേരളത്തിലെ നോർക്ക വകുപ്പിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രമല്ല, ജമൈക്ക പോലുള്ള സ്ഥലങ്ങളും ഉൾപ്പെടെ 54 രാജ്യങ്ങളിൽ കേരളീയർ നിലവിൽ വിദ്യാഭ്യാസം നേടുന്നുണ്ട്. സംസ്ഥാനത്തെ 4 പ്രധാന സർവകലാശാലകളിൽ 82,000 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്ന വസ്തുതയിൽ നിന്ന്
കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്കിന്റെ വ്യാപ്തി കണക്കാക്കാം. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസമില്ലാത്തവരോ യോഗ്യതയില്ലാത്തവരോ മാത്രമാണ് തൊഴിൽക്ഷാമം നേരിടുന്നത് എന്നതാണ് ഒരു പൊതുവിവരണം. എന്നിരുന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ സംസ്ഥാനമായി കേരളം നിലകൊള്ളുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുന്നു. ഈ വൈരുദ്ധ്യം പ്രശ്നത്തിന്റെ ആഴം എടുത്തു കാണിക്കുന്നു. വിദ്യാഭ്യാസ നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും വിദ്യാസമ്പന്നരായ തൊഴിലാളികൾക്ക് മതിയായ അവസരങ്ങൾ നൽകാൻ കേരളം പാടുപെടുകയാണ്. ഇത് വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും കേരളത്തിലെ പല യുവാക്കളുടെയും ദുഃഖകരമായ യാഥാർത്ഥ്യം തൊഴിലില്ലായ്മ ഒരു പ്രധാന പ്രശ്നമാണ് എന്നതാണ്. 2023-24 പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം കേരളത്തിലെ യുവജനങ്ങളിൽ 30% പേർ തൊഴിൽ രഹിതരാണ്. സ്ത്രീകളുടെ അവസ്ഥ കൂടുതൽ ആശങ്കാജനകമാണ്. 19.3% യുവാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം 47% യുവതികൾക്ക് ജോലിയില്ല. ഇതൊരു പ്രധാന ചോദ്യം ഉയർത്തുന്നു. എന്താണ് ഈ തൊഴിലില്ലായ്മ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്? കഴിവുകളുടെ പൊരുത്തക്കേടാണ് പ്രധാന കാരണം. തൊഴിൽ അന്വേഷകരുടെ യോഗ്യതയും കേരളത്തിലെ തൊഴിൽ വിപണിയുടെ യഥാർത്ഥ ആവശ്യങ്ങളും തമ്മിൽ ഗണ്യമായ അന്തരമുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന സാക്ഷരതാ നിരക്കും വിദ്യാസമ്പന്നരായ തൊഴിൽ ശക്തിയും ഉണ്ടായിരുന്നിട്ടും ആളുകൾ നേടുന്ന കഴിവുകൾ ലഭ്യമായ തൊഴിൽ അവസരങ്ങളുടെ ആവശ്യകതകളുമായി പൊരുത്തപ്പെടുന്നില്ല. ഈ മിസ്മാച്ചാണ് കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ പ്രധാന കാരണം. ഇതിനോട് സാമ്യതയുള്ള ഒരു സാഹചര്യം പറഞ്ഞാൽ, ഒരു ബികോം ബിരുദധാരി ഒരു കമ്പനിയിൽ ജോലിക്ക് യോഗ്യത നേടുമ്പോൾ അതേ ജോലിക്ക് PhD ഉള്ള ഒരാൾ ആ സ്ഥാനം ഏറ്റെടുക്കാൻ മടിക്കും. അവർ ഇനി അങ്ങനെ ചെയ്താൽ പോലും അവരുടെ ജോലിയിൽ PhD യോഗ്യത പൂർണ്ണമായും ഉപയോഗിക്കപ്പെടില്ല. വിരമിച്ച സാമ്പത്തിക ഉപദേഷ്ടാവ് PV രാജീവ് പറയുന്നതിനനുസരിച്ച് തൊഴിലുടമകൾ ആഗ്രഹിക്കുന്ന കഴിവുകളുമായി പൊരുത്തപ്പെടാത്ത കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഈ പൊരുത്തക്കേടുകളുടെ മൂല കാരണം. ഉൽപാദനം, സേവനങ്ങൾ തുടങ്ങിയ പല മേഖലകൾക്കും തൊഴിലധിഷ്ഠിത കഴിവുകൾ ആവശ്യമാണെങ്കിലും നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രായോഗികവും തൊഴിൽ നിർദ്ദിഷ്ടവുമായ പരിശീലനത്തെക്കാൾ അക്കാഡമിക് യോഗ്യതകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിദ്യാഭ്യാസവും വ്യവസായ ആവശ്യങ്ങളും തമ്മിലുള്ള ഈ തെറ്റായ ക്രമീകരണം സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ പ്രതിസന്ധിക്ക് ഗണ്യമായ സംഭാവന ചെയ്യുന്നു. കേരളത്തിൽ നിരവധി ബിരുദധാരികൾ ഉണ്ടെങ്കിലും തൊഴിൽ വിപണിക്ക് ആവശ്യമായ തൊഴിലധിഷ്ഠിത കഴിവുകൾ വിദ്യാഭ്യാസ ചട്ടക്കൂട് അവരെ സജ്ജരാക്കുന്നില്ല. ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിന് കാരണമാകുന്ന മറ്റൊരു പ്രധാന ഘടകം സംസ്ഥാനത്തിനുള്ളിൽ മതിയായ തൊഴിലവസരങ്ങളുടെ അഭാവമാണ്. കേരളത്തിൽ ശക്തമായ സേവന മേഖലയുണ്ടെങ്കിലും തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ബിരുദധാരികളുടെ എണ്ണവുമായി പൊരുത്തപ്പെടാൻ ലഭ്യമായ തസ്തികകളുടെ എണ്ണം പര്യാപ്തമല്ല. കൂടാതെ വർദ്ധിച്ചു വരുന്ന തൊഴിലന്വേഷകരെ ഉൾക്കൊള്ളാൻ ആവശ്യമായ വേഗതയിൽ കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾ വളരുന്നില്ല. ബിരുദധാരികളുടെ വിതരണവും നൈപുണ്യമുള്ള തൊഴിലാളികളുടെ ആവശ്യവും തമ്മിലുള്ള ഈ അസന്തുലിതാവസ്ഥ തൊഴിലില്ലായ്മ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നു. കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നത്തിന് കാരണമാകുന്ന മറ്റൊരു കാരണം സംസ്ഥാനത്ത് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ഉയർന്ന ശരാശരി വേതനമാണ്. ശരാശരി പ്രതിമാസ വേതനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് റിപ്പോർട്ടുകൾ കാണിക്കുന്നു. ഉദാഹരണത്തിന് കേരളത്തിലെ കാഷ്വൽ പുരുഷ തൊഴിലാളികളുടെ ശരാശരി പ്രതിമാസ വേതനം 14,427 രൂപയാണ്. ഇത് ഡൽഹിയിലെ തൊഴിലാളികളുടെ വേതനത്തെക്കാൾ കൂടുതലാണ്. ഈ ഉയർന്ന വേതന പ്രതീക്ഷ പല യുവാക്കളും അവരുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ശമ്പളം ലഭിക്കുന്നില്ലെങ്കിൽ ജോലി ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നു. ചെറുപ്പക്കാർ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളുമായും കഴിവുകളുമായും പൊരുത്തപ്പെടുന്ന വേതനം തേടുന്നു. അത് യുക്തിരഹിതമല്ല. എന്നിരുന്നാലും ഈ ആവശ്യം യുവാക്കൾ പ്രതീക്ഷിക്കുന്നതും തൊഴിലുടമകൾക്ക് നൽകാൻ കഴിയുന്നതും തമ്മിലുള്ള പൊരുത്തക്കേട് സൃഷ്ടിക്കുന്നു. ഇത് തൊഴിലില്ലായ്മ പ്രശ്നത്തിന് കൂടുതൽ കാരണമാകുന്നു. കേരളത്തിലെ യുവാക്കൾക്ക് പ്രാദേശിക തൊഴിലവസരങ്ങളിൽ താല്പര്യമില്ലായ്മ വർദ്ധിച്ചു വരികയാണ് എന്നതാണ് ഈ ഘടകങ്ങളുടെ നിഗമനം. കേരളത്തിൽ നിന്ന് വിദ്യാസമ്പന്നരായ യുവാക്കളുടെ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണിത്. സ്ഥിതിഗതികൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നതിനാൽ ചില വിദഗ്ധർ ഇതിനെ ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി താരതമ്യം ചെയ്യുന്നു. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ശ്രീലങ്കയെ മറികടക്കുമെന്ന് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ ജീവനക്കാർക്ക് സമയബന്ധിതമായി ശമ്പളം നൽകാൻ കൂടി കഴിയാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരള സർക്കാർ നേരിട്ടത്. ശമ്പളം ലഭിക്കുന്നവർക്ക് പോലും മുഴുവൻ തുകയും പിൻവലിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വൈകുകയും 6 ലക്ഷത്തിലധികം ആളുകൾക്ക് 5 മാസത്തേക്ക് പ്രതിമാസ പെൻഷൻ ലഭിക്കാതിരിക്കുകയും ചെയ്തു. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കേരള സർക്കാർ പണം കടം വാങ്ങാൻ ശ്രമിച്ചുവെങ്കിലും കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വായ്പാ പരിധി കുറയ്ക്കുകയും പ്രതിസന്ധി കൈകാര്യം ചെയ്യാനുള്ള സംസ്ഥാനത്തിന്റെ കഴിവ് കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തു. ഈ സാഹചര്യം കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കത്തിലേക്ക് നയിച്ചു. അത് ആത്യന്തികമായി സുപ്രീം കോടതിയിലും എത്തി. ഒരു വശത്ത് വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണെന്ന് കേരള സർക്കാർ വാദിച്ചു. മറുവശത്ത് ഇന്ത്യയിലെ ഏറ്റവും സാമ്പത്തികമായി അനാരോഗ്യകരമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് 5000 കോടി രൂപ വായ്പ വാഗ്ദാനം ചെയ്തു.
എന്നിരുന്നാലും തങ്ങൾ അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക വെല്ലുവിളികൾ വേണ്ടത്ര പരിഹരിക്കാൻ കുറഞ്ഞത് 10,000 കോടി രൂപയെങ്കിലും ആവശ്യമാണെന്ന് പറഞ്ഞ് കേരള സർക്കാർ ഈ വാഗ്ദാനം നിരസിച്ചു. ഈ വിയോജിപ്പ് കേരളം അക്കാലത്ത് സഹിച്ചുകൊണ്ടിരുന്ന ആഴത്തിലുള്ള സാമ്പത്തിക പോരാട്ടത്തെ കൂടുതൽ എടുത്തു കാണിക്കുന്നു. രാജ്യത്തെ മിക്കവാറും എല്ലാ സാമൂഹിക സാമ്പത്തിക സൂചകങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായ കേരളം എങ്ങനെയാണ് ഇത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടത്? സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ളിലെ ചില അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഉത്തരം. മൊത്തം വായ്പകളിൽ ബജറ്റ് ഇതര വായ്പകൾ ഉൾപ്പെടുത്തുന്നതാണ് ഒരു പ്രധാന കാരണം. ലളിതമായി പറഞ്ഞാൽ, ഒരു സംസ്ഥാനത്തിന്റെ വായ്പയെടുക്കൽ പരിധി എത്തുമ്പോൾ അധിക ഫണ്ട് കടം വാങ്ങുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിലൂടെ സർക്കാർ പലപ്പോഴും ഈ പരിധി മറികടക്കുന്നു. ഈ അധിക വായ്പയെടുക്കൽ ഓഫ് ബജറ്റ് വായ്പയെടുക്കൽ എന്നറിയപ്പെടുന്നു. ഈ ഓഫ് ബജറ്റ് വായ്പകൾ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക വായ്പയെടുക്കൽ കണക്കുകളിൽ കണക്കാക്കപ്പെടുന്നില്ല. ഇത് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെ തെറ്റായി ചിത്രീകരിക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഇത് വഷളായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സ്ഥിതിക്ക് കാരണമാകുന്നു. ഓഫ് ബജറ്റ് വായ്പയെടുക്കൽ സുഗമമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ധനസമാഹരണത്തിനുള്ള മാർഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുന്നു. അടിസ്ഥാനപരമായി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേരിൽ സർക്കാർ പണം കടമെടുക്കുന്നു. ഇത് സംസ്ഥാനത്തിന്റെ കടമെടുക്കൽ പരിധി മറികടക്കാൻ അനുവദിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബാലൻസ് ഷീറ്റിൽ പ്രത്യക്ഷപ്പെടാത്തതിനാൽ നെറ്റ് ബോറോയിങ് സീലിംഗ് പരിധിയിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഓഫ് ബജറ്റ് വായ്പയുടെ പ്രയോജനം. എന്നിരുന്നാലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി സ്വരൂപിച്ച വായ്പ തിരിച്ചടയ്ക്കാൻ സർക്കാർ ഇപ്പോഴും ബാധ്യസ്ഥമാണ്. ഉദാഹരണത്തിന് 2021-22 കേരളത്തിന്റെ വായ്പയുടെ 22% ഓഫ് ബജറ്റ് വായ്പകളായിരുന്നു. ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഈ രീതി വഹിച്ച പ്രധാന പങ്ക് എടുത്തു കാണിക്കുന്നു. ഇത് ഹ്രസ്വകാല ആശ്വാസം നൽകുമെങ്കിലും ഈ വായ്പയെടുക്കൽ രീതി ഭാവിയിലെ പ്രതിസന്ധികളിലേക്ക് നയിച്ചേക്കാവുന്ന ദീർഘകാല സാമ്പത്തിക ബാധ്യതകൾ സൃഷ്ടിക്കുന്നു. താരതമ്യപ്പെടുത്തുമ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓഫ് ബജറ്റ് വായ്പകൾ ഏതാണ്ട് 0ആണ്. എന്നാൽ 2022 കേന്ദ്ര സർക്കാർ ഒരു സുപ്രധാന തീരുമാനമെടുത്തു. സംസ്ഥാനത്തിന്റെ മൊത്തം കടത്തിന്റെ ഭാഗമായി ഓഫ് ബജറ്റ് വായ്പകൾ ഉൾപ്പെടുത്താൻ. ഈ തീരുമാനം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിച്ചു. കേരളത്തിന്റെ നെറ്റ് ബോറോയിങ് സീലിംഗ് പരിധി 10 കോടി രൂപയാണെന്ന് കരുതുക. ഓഫ് ബജറ്റ് വായ്പകളിലൂടെ സംസ്ഥാനം 5 കോടി രൂപ കടം വാങ്ങുകയാണെങ്കിൽ അടുത്ത വർഷം നെറ്റ് ബോറോയിങ് സീലിംഗ് പരിധി യഥാർത്ഥ 10 കോടി രൂപയ്ക്ക് പകരം 5 കോടിയായി കുറയും. ഇത് സംസ്ഥാനത്തിന്റെ വായ്പയെടുക്കൽ ശേഷി പരിമിതപ്പെടുത്തുകയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിന്റെ വിഹിതം കുറയുന്നതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. സംസ്ഥാനത്തിന്റെ ജനസംഖ്യ, വരുമാനം, വലിപ്പം, നികുതി പിരിവ് തുടങ്ങിയ ഘടകങ്ങൾ കണക്കിലെടുത്ത് കേന്ദ്ര നികുതി വരുമാനത്തിൽ സംസ്ഥാനത്തിന്റെ വിഹിതം ധനകാര്യ കമ്മീഷൻ നിർണ്ണയിക്കുന്നു. നിരവധി വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന് മൊത്തം നികുതി വരുമാനത്തിന്റെ 3.8% ലഭിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ വർദ്ധിച്ചതിനാൽ കേരളത്തിന്റെ വിഹിതം 1.95% കുറഞ്ഞു. കേരളത്തിന്റെ വാദമനുസരിച്ച് ജനസംഖ്യ നിയന്ത്രിച്ചതാണെന്നും അതിനാൽ ഉയർന്ന വിഹിതം അർഹതപ്പെടുന്നു എന്നുമാണ്. എന്നിരുന്നാലും നിലവിലെ സമ്പ്രദായം ജനസംഖ്യാ നിയന്ത്രണ ശ്രമങ്ങൾക്ക് കേരളത്തെ അതിന്റെ വിഹിതം കുറച്ചുകൊണ്ട് ശിക്ഷിക്കുന്നു. കേരളത്തിന്റെ സാമ്പത്തിക അസ്ഥിരതയ്ക്ക് കാരണമാകുന്ന മൂന്നാമത്തെ പ്രശ്നം ചെലവിൽ ആസൂത്രണത്തിന്റെ അഭാവമാണ്. ചില മേഖലകളിൽ സംസ്ഥാനത്തിന്റെ ശക്തി ഉണ്ടായിരുന്നിട്ടും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലകൾക്ക് കേരളം മതിയായ ഫണ്ട് അനുവദിക്കുന്നില്ല. ഇത് മൊത്തത്തിലുള്ള സാമ്പത്തിക മാനേജ്മെന്റിനെയും വളർച്ചയെയും ബാധിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിൽ മതിയായ നിക്ഷേപത്തിന്റെ അഭാവം കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. നിക്ഷേപത്തിൽ നിന്ന് ഉയർന്ന വരുമാനമുള്ളതിനാൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനം നിർണായകമാണ്. ഉദാഹരണത്തിന്, ഒരു സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 100 കോടി രൂപ ചെലവഴിക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ സ്വാധീനം വളരെ വലുതായിരിക്കും. വരുമാനം പലപ്പോഴും 250 കോടി രൂപ കവിയുന്നു. ഈ മൾട്ടിപ്ലയർ എഫക്ട് മൊത്തത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും കൂടുതൽ തൊഴിലവസരങ്ങളും വരുമാനവും സൃഷ്ടിക്കുകയും വളർച്ചയ്ക്ക് കൂടുതൽ സംഭാവന നൽകുകയും ചെയ്യുന്നു. മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ അവരുടെ ചെലവിന്റെ 13.4% അടിസ്ഥാന സൗകര്യത്തിനായി നീക്കിവെക്കുമ്പോൾ കേരളം 8.2% മാത്രമാണ് ചെലവഴിക്കുന്നത്. ഇതിനർത്ഥം കേരളത്തിന് സാമ്പത്തിക വളർച്ചയുടെ ഗണ്യമായ ഉറവിടം നഷ്ടപ്പെടുന്നു എന്നാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് പകരം കേരളത്തിന്റെ ചെലവ് പ്രധാനമായും പ്രതിബദ്ധതയുള്ള ചെലവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർക്കാർ അടയ്ക്കാൻ ബാധ്യതയുള്ളതും എളുപ്പത്തിൽ ഒഴിവാക്കാനോ കുറയ്ക്കാനോ കഴിയാത്തതുമായ ചെലവുകളാണിവ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ക്ഷേമ പദ്ധതികൾ, പെൻഷനുകൾ, കടത്തിന്റെ പലിശ അടയ്ക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. താരതമ്യേന ഉയർന്ന പലിശ നൽകുന്നതാണ് കേരളത്തിലെ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങൾ അവരുടെ ചെലവിന്റെ 13% പലിശ അടയ്ക്കുന്നതിന് ചെലവഴിക്കുമ്പോൾ കേരളം 20% ചെലവഴിക്കുന്നു. ഇത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുള്ള ഉൽപാദന നിക്ഷേപങ്ങൾക്കായി ഫണ്ട് അനുവദിക്കാനുള്ള കഴിവ് പരിമിതപ്പെടുത്തുന്നു. ഈ സാമ്പത്തിക ഘടന അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും നവീകരണത്തിലൂടെയും സാമ്പത്തിക വളർച്ചയെ
ഉത്തേജിപ്പിക്കാനുള്ള കേരളത്തിന്റെ ശേഷിയെ പരിമിതപ്പെടുത്തുന്നു. കേരളത്തിന്റെ സാമ്പത്തിക പോരാട്ടങ്ങൾ ആഭ്യന്തരവും ബാഹ്യവുമായ ഒന്നിലധികം ഘടകങ്ങളുടെ ഫലമാണ്. ഒരു വശത്ത് സംസ്ഥാനം സർക്കാരിന്റെ നയങ്ങൾ ദീർഘകാല നിക്ഷേപങ്ങളിലെ പരാജയത്തിനും പ്രതിബദ്ധതയുള്ള ചെലവുകളിൽ അമിതമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കാര്യക്ഷമമല്ലാത്ത നികുതി പിരിവ് സംവിധാനങ്ങൾക്കും കാരണമായി. ഇത് സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ഗവേഷണം, വികസനം തുടങ്ങിയ നിർണായക മേഖലകളിൽ നിക്ഷേപം നടത്താൻ സംസ്ഥാനത്തിന് പരിമിതമായ വിഭവങ്ങൾ നൽകി. തൽഫലമായി വരുമാനം ഉണ്ടാക്കാത്ത ഹ്രസ്വകാല ബാധ്യതകൾക്കായി വരുമാനത്തിന് വലിയൊരു ഭാഗം ചെലവഴിക്കുന്ന കേരളം കടക്കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. മറുവശത്ത് നികുതി വരുമാനത്തിൽ കേരളത്തിന്റെ വിഹിതം കുറച്ചതും GST നടപ്പാക്കിയതിന്റെ പ്രത്യാഘാതവും പോലുള്ള കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കി. ഇന്റഗ്രേറ്റഡ് ചരക്ക് സേവന നികുതി IGST ഏർപ്പെടുത്തിയതിലൂടെ കേരളത്തിന് ഏകദേശം 25,000 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി. ഈ നഷ്ടം നികത്താൻ സംസ്ഥാനത്തിന് കൂടുതൽ വായ്പ എടുക്കേണ്ടി വന്നു. ആത്യന്തികമായി കേരളത്തിന്റെ സാമ്പത്തിക വെല്ലുവിളികൾ ഇന്റേണൽ മിസ്മാനേജ്മെന്റിന്റെയും ബാഹ്യ ഘടകങ്ങളുടെയും കോമ്പിനേഷനാണ്. സംസ്ഥാനത്തിന്റെ നയങ്ങളും സാമ്പത്തിക തീരുമാനങ്ങളും തീർച്ചയായും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളും നിലവിലെ സാഹചര്യത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. കേരളം വീണ്ടെടുക്കണമെങ്കിൽ സംസ്ഥാനതല നയപരിഷ്കരണത്തെ അഭിസംബോധന ചെയ്യുന്നതിനും കേന്ദ്ര സർക്കാരുമായി മെച്ചപ്പെട്ട ടേംസ് തേടുന്നതിനും സമഗ്രമായ ഒരു സമീപനം ആവശ്യമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ചരിത്രപരവും രാഷ്ട്രീയവും സാമൂഹികവുമായ ഘടകങ്ങളുടെ സങ്കീർണമായ പരസ്പര ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. ചരിത്രപരമായി കേരളത്തിലെ വ്യവസായവൽക്കരണം ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കൂടുതൽ വിജയകരമായിരുന്നു. തിരുവിതാംകൂർ, മലബാർ, കൊച്ചി എന്നീ പ്രദേശങ്ങളിൽ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകിയ നിരവധി വ്യവസായങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യത്തിനു ശേഷം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർച്ചയും തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും സാമൂഹിക സമത്വത്തിനും മുൻഗണന നൽകുന്ന നയങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി. ശക്തമായ ട്രേഡ് യൂണിയനുകളുടെ ഉയർച്ചയും തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് ഊന്നൽ നൽകുന്നതും പതിവായി പ്രതിഷേധങ്ങളുടെയും പണിമുടക്കുകളുടെയും ഒരു സംസ്കാരം സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് 1960-കളിൽ മുതൽ ഈ പ്രതിഷേധങ്ങൾ പലപ്പോഴും വ്യവസായങ്ങളെയും തൊഴിലുടമകളെയും ലക്ഷ്യമിടുകയും അവരെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നവരായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ അന്തരീക്ഷം വ്യവസായങ്ങളെ സംസ്ഥാനത്ത് നിന്ന് അകറ്റി നിർത്തുന്നതിന്റെ ആസൂത്രിതമല്ലാത്ത അനന്തരഫലങ്ങൾ ഉണ്ടാക്കി. പല കമ്പനികളും അടച്ചുപൂട്ടുകയോ ബിസിനസ്സുകൾക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്യുന്നത് വ്യാവസായിക വളർച്ചയിൽ ഇടിവുണ്ടാകുന്നതിലേക്ക് നയിച്ചു. കൂടാതെ ഇടതുപക്ഷവും മറ്റ് വിഭാഗങ്ങളും ഉൾപ്പെടെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കലും നെഗറ്റീവ് പൊതുവികാരം വ്യവസായങ്ങളിലേക്ക് മാറ്റാൻ സമഗ്രമായ ശ്രമം നടത്താത്തതിനാൽ നിക്ഷേപകരെ ആകർഷിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി. വലിയ തോതിലുള്ള വ്യാവസായിക വികസനത്തോടുള്ള സംസ്ഥാനത്തിന്റെ ചെറുത്തുനിൽപ്പും ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചുള്ള ആഴത്തിൽ വേരൂന്നിയ സംശയവും പ്രാദേശിക വിദേശ നിക്ഷേപങ്ങളെ നിരുത്സാഹപ്പെടുത്തി. തൽഫലമായി കേരളത്തിന്റെ വ്യാവസായിക അടിത്തറ സ്തംഭിക്കുകയും സേവന മേഖലയ്ക്കും പണമയക്കലിനും അപ്പുറം സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിൽ സംസ്ഥാനം ദീർഘകാല വെല്ലുവിളികൾ നേരിടുകയും ചെയ്തു. താരതമ്യേന വിദ്യാസമ്പന്നരായ ജനസംഖ്യയും ശക്തമായ സാമൂഹിക സൂചകങ്ങളും ഉണ്ടായിരുന്നിട്ടും കേരളം ശക്തമായ വ്യാവസായിക സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ പാടുപെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ ചരിത്ര പശ്ചാത്തലം വിശദീകരിക്കുന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾ, യൂണിയനുകൾ, സാമൂഹിക സമത്വം എന്നിവയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച രാഷ്ട്രീയ അന്തരീക്ഷം പലപ്പോഴും അഭിവൃദ്ധി പ്രാപിക്കുന്ന ബിസിനസ് സൗഹൃദ അന്തരീക്ഷം വികസിപ്പിക്കുന്നതിനെതിരെ പ്രവർത്തിച്ചു. ഇന്ന് ഈ പാരമ്പര്യം സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. ഉയർന്ന തൊഴിലില്ലായ്മ, വിദഗ്ധ തൊഴിലാളികളുടെ കുടിയേറ്റം, സാമ്പത്തിക പ്രതിസന്ധികൾ, വ്യവസായങ്ങളെ ആകർഷിക്കുന്നതിലെ വെല്ലുവിളികൾ തുടങ്ങിയ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സംസ്ഥാനത്തിന്റെ ചരിത്രപരവും രാഷ്ട്രീയവും ഭൂമിശാസ്ത്രപരവുമായ പശ്ചാത്തലത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വെല്ലുവിളികൾ പലതും നേരിടുന്നതിനുള്ള ഒരു പ്രധാന പരിഹാരമാണ് വ്യവസായവൽക്കരണം. വ്യവസായങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ സംസ്ഥാനത്തിന് ഗണ്യമായ എണ്ണം പ്രാദേശിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കേരളത്തിലെ യുവാക്കൾ ജോലിക്കായി പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന നിലവിലെ പ്രവണത മാറ്റാനാകും. സംസ്ഥാനത്തിനുള്ളിൽ പ്രായോഗികമായ തൊഴിൽ സാധ്യതകൾ ഉണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിനും സഹായിക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ. കേരളത്തിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ജനസംഖ്യയുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് തൊഴിലവസരങ്ങളുടെ അഭാവം കാരണം പലരും രാജ്യം വിടാൻ നിർബന്ധിതരാകുന്നു. വ്യവസായവൽക്കരണത്തിന് വിദഗ്ധ തൊഴിലാളികൾക്ക് ഒരു വിപണി സൃഷ്ടിക്കാനും വിദ്യാസമ്പന്നരായ യുവാക്കളുടെ ഒഴുക്ക് തടയാനും കഴിയും. ശരിയായ പരിശീലനവും വികസനവും ഉണ്ടായാൽ സംസ്ഥാനത്തിന് വിദഗ്ധ തൊഴിലാളികളുടെ കേന്ദ്രമായി മാറാൻ കഴിയും. ചരിത്രപരമായി രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിലും ശക്തമായ ട്രേഡ് യൂണിയൻ സംസ്കാരത്തിലും വേരൂന്നിയ സംസ്ഥാനത്തിന്റെ വ്യവസായങ്ങൾക്കെതിരായ നിഷേധാത്മക വികാരം നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള പ്രധാന തടസ്സമാണ്. ഈ ധാരണയെ മറികടക്കുക എന്നത് നിർണായകമാണ്. ഇത് സർക്കാരിന്റെ സമീപനത്തിലും വ്യവസായങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള പൊതുവ്യവഹാരത്തിലും മാറ്റം വരുത്തിയേക്കാം. പ്രത്യേകിച്ച് കേരളത്തിന്റെ സമ്പന്നമായ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാത്ത സുസ്ഥിരമായവ. കേരളത്തിന്റെ അതുല്യമായ പരിസ്ഥിതി കണക്കിലെടുക്കുമ്പോൾ പരിസ്ഥിതിയിൽ വിട്ടുവീഴ്ച
ചെയ്യാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഇക്കോ ടൂറിസം, പുനരുപയോഗ ഊർജ്ജം, ജൈവ കൃഷി തുടങ്ങിയ സുസ്ഥിര വ്യവസായങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കേരളത്തിന്റെ പ്രകൃതി പൈതൃകവുമായി സഹവർത്തിക്കാൻ കഴിയുന്ന, മലിനീകരണം കുറഞ്ഞതും ഉയർന്ന കാര്യക്ഷമതയുള്ളതുമായ വ്യവസായങ്ങൾക്ക് വ്യാവസായിക നയങ്ങൾ ഊന്നൽ നൽകണം. ഭൂമിശാസ്ത്രപരമായ നിയന്ത്രണങ്ങളും ഉയർന്ന ഭൂമിച്ചെലവും കാരണം പശ്ചിമഘട്ടം വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ അവസരങ്ങളുമുണ്ട്. വിവരസാങ്കേതിക വിദ്യ, ബയോടെക്, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ മേഖലകൾ പോലുള്ള വലിയ ഭൂമി ആവശ്യമില്ലാത്ത വ്യവസായങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പരിസ്ഥിതി സംരക്ഷണവുമായി വളർച്ചയെ സന്തുലിതമാക്കുന്നതിന് അവികസിതമോ പാരിസ്ഥിതികമായി സെൻസിറ്റീവ് അല്ലാത്തതോ ആയ പ്രദേശങ്ങളിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിന് സർക്കാരിന് പ്രോത്സാഹനം നൽകാൻ കഴിയും. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, യൂട്ടിലിറ്റികൾ മുതലായവ നൽകിക്കൊണ്ട് സർക്കാരിന് സഹായിക്കാൻ കഴിയും. വ്യാവസായിക മേഖലകൾ സൃഷ്ടിക്കുകയും കേരളത്തിൽ സ്ഥാപിക്കുന്ന ബിസിനസ്സുകൾക്ക് നികുതി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയുമാകാം. വ്യാവസായിക വളർച്ചയെ നയിക്കുന്നതിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണം, IT, കൃഷി തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപം നടത്താനും കേരളത്തിന് കഴിയും. ഇത് ഉയർന്ന മൂല്യമുള്ള തൊഴിലവസരങ്ങൾ നൽകുക മാത്രമല്ല, ആഭ്യന്തരവും അന്തർദേശീയവുമായ നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. കേരളം പരമ്പരാഗതമായി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണമയക്കലിനെയും വിനോദസഞ്ചാരത്തെയും ആശ്രയിക്കുന്നു. ഉൽപാദനം, സേവനങ്ങൾ, നവീന ആശയങ്ങൾ നയിക്കുന്ന മേഖലകൾ എന്നിവ ഉൾപ്പെടുന്ന കൂടുതൽ വൈവിധ്യമാർന്ന സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുന്നതിലൂടെ വ്യവസായവൽക്കരണം ഈ ബാഹ്യ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കും. കേരളത്തിലെ സാമ്പത്തിക വെല്ലുവിളികളായ ബ്രെയിൻ ഡ്രെയിൻ, ഉയർന്ന തൊഴിലില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ മാനിക്കുന്ന തന്ത്രപരമായ വ്യവസായവൽക്കരണത്തിലൂടെ പരിഹരിക്കാനാകും. ഇതിന് ചരിത്രപരമായ തടസ്സങ്ങൾ മറികടക്കുന്നതിനും വ്യവസായങ്ങളെക്കുറിച്ചുള്ള ധാരണ മാറ്റുന്നതിനും സുസ്ഥിര വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും സർക്കാരിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നും സമഗ്രമായ ശ്രമം ആവശ്യമാണ്. കേരളത്തിൽ നിക്ഷേപം ആകർഷിക്കുന്നതിലൂടെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെയും സംസ്ഥാനത്തിന് അതിന്റെ മനുഷ്യ മൂലധനം നിലനിർത്തുകയും അതുല്യമായ പരിസ്ഥിതി സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് സ്വയം ഒരു സാമ്പത്തിക ശക്തി കേന്ദ്രമായി മാറാൻ കഴിയും. ഒരു കേരളീയൻ എന്ന നിലയിൽ ഈ സാധ്യമായ പരിഹാരങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അവ നടപ്പാക്കുന്നതിൽ എന്ത് വെല്ലുവിളികളാണ് നിങ്ങൾ മുൻകൂട്ടി കാണുന്നത്? ഈ പ്രശ്നങ്ങളെ സർക്കാർ എങ്ങനെ സമീപിക്കണമെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.